വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ഉലുവ ദോശയുടെ റെസിപ്പിയാണ്. ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഉലുവ ദോശയ്ക്ക് ഞാനിവിടെ 1 ഗ്ലാസ് അരിയാണ് എടുത്തിരിക്കുന്നത്. ഈ ഒരു ഗ്ലാസ്സിന് 1 ഗ്ലാസ് അരി എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ ഉലുവായും ഒരു പാത്രത്തിലേക്കാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് രണ്ടും നന്നായിട്ടൊന്ന് കഴുകി കൊണ്ടുവരാം നമുക്ക്. ഇവിടെ ഞാൻ അരി ഉലുവയും നന്നായിട്ട് കഴുകി കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അരി കുതിരാൻ ആവശ്യമായ വെള്ളം ഒഴിച്ച് വയ്ക്കാം നമുക്ക്. ഉലുവയിലേക്ക് അതുപോലെ തന്നെ ഉലുവ കുതിരാൻ ആവശ്യമായ വെള്ളം ഒഴിച്ച് വയ്ക്കാം. 2 കുതിരാൻ ആവശ്യമായ വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മൂടി വയ്ക്കാം. മൂടി വെച്ചിട്ടുണ്ട്. ഒരു 5 മണിക്കൂറെങ്കിലും ഈ അരി ഉലുവയും കുതിരണം. കുതിർന്നതിന് ശേഷം നമുക്ക് അരച്ചെടുക്കാം. ഈ ഉലുവ കുതിരാൻ വെച്ചിരിക്കുന്ന ഈ വെള്ളം നമ്മൾ കളയരുത്. ആ വെള്ളം ഉപയോഗിച്ച് വേണം നമുക്ക് അരച്ചെടുക്കാൻ. ഇനി ഇതൊന്ന് കുതിർന്ന് വരട്ടെ, അതുവരെ വെയിറ്റ് ചെയ്യാം. നമുക്ക് ഒന്ന് തുറന്ന് വെക്കാം. ഈ ഉലുവായും അരിയും വെള്ളത്തിലിട്ടിട്ട് ഏകദേശം ഒരു 5 മണിക്കൂർ ആകുന്നുണ്ട്. ഉലുവയൊക്കെ നന്നായിട്ട് കുതിർന്ന് നല്ല വീർത്ത് വന്നിരിക്കുകയാണ്. അരി നന്നായിട്ട് കുതിർന്നിട്ടുണ്ട്. ഈ സമയത്തേക്ക് നമുക്ക് ആദ്യം ഉലുവ ഒരു മിക്സിയുടെ ജാറെടുത്ത് ഉലുവ അരച്ചു കൊണ്ടുവരാം. ഈ ഉള്ള ഉലുവ കുറേശ്ശെ കോരി ഇട്ടിട്ട്, ഉലുവയുടെ വെള്ളം കളയരുത്. ഈ വെള്ളത്തിൽ വേണം നമ്മൾ അരച്ചെടുക്കാനായിട്ട്. മുഴുവൻ ഉലുവയും മിക്സിയുടെ ജാറിലോട്ടിട്ട് നമുക്കൊന്ന് നല്ല ഫൈൻ പേസ്റ്റായിട്ട് ഒന്ന് അരച്ചു കൊണ്ടുവരാം. ഇനി ഇത് ജാർ അടച്ച് വെച്ച് നമുക്കൊന്ന് അരച്ചുകൊണ്ട് വരാം. ഉലുവ നല്ല ഫൈൻ പേസ്റ്റായിട്ട് അരച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. നല്ല ഫ്ലഫി ആയിട്ട് അരഞ്ഞു വന്നിട്ടുണ്ട്. ഇതുപോലെ തന്നെ നമുക്ക് ആ ജാറിലേക്ക് അരി പച്ചരിയും കൂടെ എടുത്ത് അത് നല്ല സ്മൂത്തായിട്ടൊന്ന് അരച്ചുകൊണ്ട് വരാം. ചെറിയ ജാറായിട്ട് കുറേശ്ശെ മാത്രമേ ഇടാൻ പറ്റുള്ളൂ. അതുകൊണ്ട് 2 പ്രാവശ്യം വീതമിട്ട് നമുക്കൊന്ന് അരച്ചുകൊണ്ട് വരാം. കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കാം. ആവശ്യമായ ഉപ്പും കൂടെ ചേർത്ത് നമുക്ക് ഇതും കൂടെ നന്നായി ഒന്ന് അരച്ചുകൊണ്ട് വരാം. ജാർ അടച്ച് വെച്ചിട്ടുണ്ട്. അരച്ചുകൊണ്ട് വരും. ഇപ്പം ഞാൻ ആ അരി മുഴുവനായിട്ട് അരച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. ആദ്യത്തെ പ്രാവശ്യം അരച്ച് കൊണ്ടുവന്നതാണിത്. രണ്ടാമത്തെ പ്രാവശ്യം അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. ഇതെല്ലാം കൂടെ ഒന്നിച്ച് ജോയിൻ ചെയ്യാം. ഇതിലേക്ക് നമ്മൾ ഈ അരച്ച് വെച്ചിരിക്കുന്ന ഈ ഉലുവയുടെ പേസ്റ്റും കൂടെ ചേർത്ത് കൊടുക്കാം. ഉലുവയുടെ പേസ്റ്റ് മുഴുവനായിട്ട് ചേർത്ത് ഉപ്പ് നമ്മളിവിടെ ചേർത്തിട്ടുണ്ടായിരുന്നു. ഇനി ഉലുവയുടെ പേസ്റ്റ് മുഴുവനായിട്ട് ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കൈവച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. കൈവച്ച് മിക്സ് ചെയ്യുമ്പോൾ ഇത് പുളിക്കാനായിട്ടൊക്കെ എളുപ്പമാണ്. കയ്യിലെ നല്ല ബാക്ടീരിയകളൊക്കെ ഇതിനകത്ത് ആകുന്നതുകൊണ്ട് കൈവച്ച് മിക്സ് ചെയ്യുന്നത് ഏറ്റവും നല്ലതാണ്. നമ്മുടെ കയ്യിലെ ചൂട് ഒക്കെ വന്ന് പെട്ടെന്ന് മാവ് പുളിച്ച് കിട്ടാൻ സഹായിക്കും. അതുകൊണ്ട് നന്നായിട്ട് തന്നെ ഈ കൈവച്ചൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇത് വളരെ സോഫ്റ്റായിട്ടുള്ള ഒരു ദോശയാണ്. ഇപ്പോൾ നമ്മൾ 2 കപ്പ് അരിയാണ് എടുക്കുന്നതെങ്കിൽ 2 ടേബിൾ സ്പൂൺ ഉലുവയാണ് എടുക്കേണ്ടത്. ഇതിൽ ഞാൻ ഉപ്പ് ചേർത്താണ് അരച്ചിരിക്കുന്നത്. അപ്പോൾ നന്നായിട്ട് തന്നെ ഇത് മിക്സ് ആയിട്ടുണ്ട്. ഇത് വളരെ പോഷക ഗുണമുള്ള ഒരു ദോശയാണ്. ഉലുവയെന്ന് പറയുന്ന ധാരാളം ഗുണങ്ങൾ അടങ്ങിയിട്ടുള്ള ഒരു വസ്തുവാണ്. അതുകൊണ്ട് ധാരാളം പോഷക ഗുണങ്ങൾ അടങ്ങിയിട്ടുള്ള ഒരു ദോശയാണ്. ഇനി നമുക്കിതൊന്ന് മൂടി വയ്ക്കാം. ഞാൻ മൂടി വെച്ചിട്ടുണ്ട്. ഇനി ഒരു 8 മണിക്കൂർ
ഒന്ന് ഫെർമെൻറ്റേഷന് വേണ്ടി മൂടി വയ്ക്കുകയാണ്. അല്ലെങ്കിൽ ഓവർ നൈറ്റ് നമുക്ക് എടുക്കാം. ഇപ്പോൾ രാവിലെയാണിത് ചെയ്ത് വെക്കുന്നതെങ്കിൽ ഒരു 7 മണിക്കൂർ 8 മണിക്കൂർ കഴിയുമ്പോൾ നമുക്ക് ദോശ ഉണ്ടാക്കിയെടുക്കാം. വൈകുന്നേരമാണെങ്കിൽ നമുക്ക് രാവിലെ ദോശ ഉണ്ടാക്കിയെടുക്കാം. ഇനി ഒരു 8 മണിക്കൂർ അത് ഫെർമെൻറ്റേഷന് വേണ്ടി ഞാനിവിടെ മാറ്റി വയ്ക്കുകയാണ്. ഇപ്പോൾ 8 മണിക്കൂറായിട്ടുണ്ട് ഇത് ഫെർമെൻറ്റേഷൻ വെച്ചിട്ട്. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഇപ്പം മാവൊക്കെ നന്നായിട്ട് പുളിച്ച് പൊങ്ങി നല്ലൊരു പരുവത്തിലായിട്ട് വന്നിട്ടുണ്ട്. ഈ ഒരു പരുവത്തിലായിട്ട് വന്നിട്ടുണ്ട്. നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഞാൻ 4 അരി മാത്രമേ ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളായിരുന്നു. അതാണ് മാവ് തീരെ കുറവാണ്. 5-6 ദോശയ്ക്കുള്ള മാവ് മാത്രമേ എടുത്തിട്ടുള്ളൂ. മാവൊക്കെ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ദോശ ഉണ്ടാക്കാനായിട്ട് നോക്കാം. ഞാനൊരു ദോശക്കല്ല് അടുപ്പിൽ വെച്ച് കൊടുത്തിട്ട് ഫ്ലെയിം ഓണാക്കി കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ദോശക്കല്ല് ചൂടായി വന്നിട്ടുണ്ട്. ഈ സമയത്തേക്ക് നമുക്ക് ദോശമാവ് കോരി ഒഴിച്ച് കൊടുക്കാം. ഒരു തവിയുടെ മാവ് കോരി ഒഴിച്ച് കൊടുക്കാം. സാധാരണ ദോശ പരത്തുന്ന പോലെ തന്നെ പരത്തിയെടുക്കാം. അപ്പം നന്നായിട്ട് ദോശയുടെ ഒക്കെ നന്നായിട്ട് ഹോള് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ ഹോള് വരുന്ന എല്ലായിടവും ഹോള് വരുന്ന സമയമാകുമ്പോൾ നമുക്ക് ഇതൊന്ന് അടച്ചു വെച്ച് കൊടുക്കാം. ഇപ്പോൾ നമ്മൾ അടച്ചു വെച്ചിട്ടുണ്ട്. നമുക്ക് പെട്ടെന്ന് അതിനൊന്ന് തുറന്നിട്ട് നമുക്കൊരു സ്പൂണ് നെയ്യോ ഓയിലോ നമുക്ക് ഇതിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഓയിലാണ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നത്. വെളിച്ചെണ്ണയോ നെയ്യോ ഏതെങ്കിലും ആയാൽ മതി. സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് വീണ്ടും ഒന്നുകൂടെ മൂടി വയ്ക്കുക. നമ്മൾ ഈ അപ്പം മറച്ചിടുന്ന ദോശ അല്ലിത്. ഇത് ആ ഹോളിങ്ങനെ നിറച്ച് വരുമ്പോഴത്തേക്ക് നമ്മൾ മൂടി വെച്ചിട്ട് ഒരു മിനിറ്റ് കൊണ്ടൊക്കെ തന്നെ ഇത് വെന്ത് കിട്ടും. 1 മിനിറ്റ് നമ്മൾ വെയിറ്റ് ചെയ്യാതെ തന്നെ വെന്ത് കിട്ടുന്ന ഒരു ദോശയാണിത്. എല്ലായിടവും ഒന്ന് നന്നായിട്ട് ഒന്ന് മൂത്ത് വരട്ടെ. അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ 1 മിനിറ്റോളം ആകുന്നുണ്ടെങ്കിൽ നമുക്കൊന്ന് തുറന്ന് നോക്കാം. ദോശ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. നമുക്കെടുത്തൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു ദോശയാണിത്. ഇനി അടുത്ത ദോശ നമുക്ക് ഉണ്ടാക്കാം. എല്ലായിടവും ഹോള് വരാൻ തുടങ്ങിയിട്ടുണ്ട് നന്നായിട്ട്. ആ സമയത്തേക്ക് നമുക്ക് ഈ ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഓയിൽ സ്പ്രെഡ് ചെയ്ത് എല്ലായിടവും ഹോള് വന്നതിന് ശേഷം നമുക്കൊന്ന് അടച്ചു വെക്കാം. അടച്ചു വെച്ചതിന് ശേഷം ഫ്ലെയിം മീഡിയം ഫ്ലെയിമിലേക്കൊന്ന് മാറ്റുക. ഇനി ഇതൊരു 1 മിനിറ്റിനുള്ളിൽ നന്നായിട്ട് വെന്ത് മൊരിഞ്ഞ് വരും. ഒന്ന് തുറന്ന് നോക്കാം. ദോശ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. നമുക്കെടുത്ത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇനി അടുത്ത ദോശ ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ള ദോശകളെല്ലാം നമുക്കിതുപോലെ ചെയ്തെടുക്കാം. ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം മൂടി വയ്ക്കുക. വെന്തോ നോക്കാം. ആ ദോശയും വെന്ത് വന്നിട്ടുണ്ട്. ഇത് നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം.
ഇപ്പം ഞാൻ എല്ലാ ദോശയും അങ്ങനെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. വളരെ സോഫ്റ്റും ഫ്ലഫി ആയിട്ടുള്ള ഒരു ഉലുവ ദോശയാണിത്. ഇത് ചമ്മന്തി, തേങ്ങാ ചമ്മന്തിയുടെ കൂടെയോ തക്കാളി ചട്നിയുടെ കൂടെയോ ഏത് കറിയുടെ കൂടെയോ കടലക്കറി ഏത് കറിയുടെ കൂടെയും നമുക്ക് ഡിന്നറായിട്ടും ബ്രേക്ക്ഫാസ്റ്റായിട്ടും ഒക്കെ ഉപയോഗിക്കാവുന്നതാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്തിട്ട് കമൻ്റ് ഇടണം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ഇനി അടുത്ത നല്ലൊരു റെസിപ്പിയായിട്ട് തരുന്നത് വരെ താങ്ക്സ്.